നമസ്കാരം. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ കേരളത്തിലെ റേഷൻ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായിട്ടുള്ള ചില പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പ്രത്യേകിച്ച് APL BPL വ്യത്യാസമില്ലാതെ പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സാധാരണഗതിയിൽ ലഭിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തി വിതരണ രീതിയിൽ വരുത്തിയ മാറ്റങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്ത് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ ഏപ്രിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണത്തിൽ മാറ്റം വരുത്തിയത്. ഈ 2 മാസങ്ങളിലെ റേഷൻ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് വാങ്ങുവാനുള്ള സൗകര്യമാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ 30 വരെ, മെയ് മാസത്തെ റേഷൻ ഏപ്രിൽ മാസം മുതൽ മെയ് 30 വരെയും വാങ്ങാനുള്ള അനുമതി നൽകിയിരുന്നു. എന്നാൽ 2 മാസത്തെ വിതരണം ഒരേ സമയം നടപ്പിലാക്കിയപ്പോൾ സാങ്കേതികമായി ചില ആശങ്കക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വഴിമാറുകയും ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും മെയ് മാസത്തെ റേഷൻ മാത്രം വാങ്ങിപ്പോയ സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ റേഷൻ വാങ്ങിയ 8000-ലധികം കാർഡ് ഉടമകളെ ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പോസ്റ്റ് മെഷീനിൽ മാസം തിരഞ്ഞെടുക്കുന്ന വേളയിൽ റേഷൻ വ്യാപാരികൾക്ക് സംഭവിച്ച പിശകോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ അറിവില്ലായ്മയോ കാരണമാണ് ഏപ്രിൽ മാസത്തെ വിഹിതം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ സാങ്കേതിക പിശക് പരിഹരിക്കാനും അതോടൊപ്പം തന്നെ അർഹമായ റേഷൻ ആർക്കും തന്നെ നഷ്ടപ്പെടാതിരിക്കാനും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അത് മെയ് 5-ാം തീയതി വരെ നീട്ടുവാനായിട്ട് ഭക്ഷ്യപൊതുവകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കാനായിട്ട് ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. റേഷൻ വിതരണത്തിലെ ഈ നീട്ടിവയ്ക്കൽ മറ്റൊരു തരത്തിൽ സപ്ലൈക്ക് ഉപഭോക്താക്കൾക്ക് ഏറെ ഗുണകരമാകും. സപ്ലൈകോയുടെ വാർഷിക പരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തെ 12 പ്രധാന NSSD ഡിപ്പോകൾക്ക് കീഴിലുള്ള 2000-ലധികം റേഷൻ കടകളിലേക്ക് സാധനങ്ങളുടെ വിതരണം കഴിഞ്ഞ മാസങ്ങളിൽ ഗണ്യമായി വൈകിയിരുന്നു. ഏപ്രിൽ പകുതിയോടെ മാത്രമാണ് പലയിടങ്ങളിലും സാധനങ്ങളൊക്കെ തന്നെ എത്തിയത് എന്നതിനാൽ തന്നെ സ്റ്റോക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ നിരവധി പേർക്ക് റേഷൻ വാങ്ങാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ പെടുന്നവർക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള മെയ് 5-ാം തീയതി വരെയുള്ള സമയം ഉപയോഗപ്പെടുത്തി 2 മാസത്തെയും റേഷൻ വിഹിതം അതൊരുമിച്ച് കൈപ്പറ്റാനായിട്ട് സാധിക്കുമെന്നത് വലിയൊരു ആശ്വാസമാണ്. കാർഡുകൾ തിരിച്ചുള്ള റേഷൻ വിഹിതത്തിന്റെ കാര്യത്തിൽ മെയ് 5 വരെയും അതിനുശേഷം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മെയ് 5 വരെ 60 കിലോ വരെയും 2 കിലോ ഗോതമ്പും 6 പാക്കറ്റ് ആട്ട വരെയും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് 2 മാസത്തെ വിഹിതം ലഭിക്കുന്നവർക്ക്. എന്നാൽ മെയ് 6 മുതൽ മെയ് മാസത്തെ മാത്രം വിഹിതമായ 30 കിലോ വരെയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക. പിങ്ക് കാർഡിന്റെ കാര്യം എടുത്താൽ മെയ് 5 വരെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പ് വരെ ലഭിക്കും. എന്നാൽ 6-ാം തീയതി മുതൽ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പ് എന്ന നിലയിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഇനി ഗോതമ്പിന്റെ അളവിൽ കുറവ് വരുത്തി പകരം ആട്ട നൽകുന്ന രീതിയും ഇവിടെ നിലവിലുണ്ട്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സമാനമായ മാറ്റങ്ങളാണ് ബാധകമാകുന്നത്. മെയ് 5 വരെ നീല കാർഡ് ഉടമകൾക്ക് 4 കിലോ അരിയും കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരി വരെ ലഭിക്കുമെങ്കിലും 6-ാം തീയതി മുതൽ ഇത് 2 കിലോ അരിയും 3 കിലോ സ്പെഷ്യൽ അരിയുമായിട്ട് മാറും. വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 2 മാസത്തെ വിഹിതമായിട്ട് 10 കിലോ അരി വരെ ലഭിച്ചിരുന്നത് മെയ് 6-ന് ശേഷം 4 കിലോ ആയി കുറയും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിലേക്ക് മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റു കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാന അറിയിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.